ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഫേസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ചെറിയ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വെറും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ്. വെറും തൈരും ഒരു 1/2 സ്പൂണ് തൈര് മതി. പിന്നെ പച്ചമഞ്ഞളും ഉണ്ടമഞ്ഞളില്ലേ, ഉണ്ടമഞ്ഞൾ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നില്ല, ഈ തള്ളമഞ്ഞൾ എന്നൊക്കെ പറയും ഇവിടെ. ആ 2 സാധനം വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണ്. രണ്ടും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത് എത്ര വെച്ചാലും കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും, ഒരു കേടും വരില്ല. പിന്നെ പാർശ്വഫലമില്ല, കെമിക്കലില്ല, നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇത് കണ്ടോ, കുറച്ച് തൈര് ഇത്രയും മതി. ഇത്ര എടുത്താൽ തന്നെ നമുക്ക് ഫുള്ളും തേക്കേണ്ടി വരില്ല. നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം വേണമെങ്കിലും തേക്കാം. അപ്പോൾ ആ തൈരിൽ ഇത് രണ്ടും കൂടിയും പൊടിച്ച് വെച്ചത് മിക്സ് ചെയ്യുക. അങ്ങനെ കുറച്ച് ഒരു നുള്ള ഞാൻ എടുത്തത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു 2 പിഞ്ച് എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ നന്നായിട്ട് തൈരിൽ മിക്സ് ചെയ്യുക. തൈരിൽ പറ്റാത്തവർക്ക് പാലിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യുക. ഇനി പാലും തൈരും പറ്റാത്തവർക്ക് വെറും പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യുക. വെള്ളത്തിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പിഞ്ചും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കളറ് തോന്നണില്ല, പക്ഷേ ഇത് തേച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല കളറുണ്ടാവും. ദിവസം തേക്കുകയാണെങ്കിൽ ദിവസം വേണമെങ്കിലും തേക്കാം കേട്ടോ. എല്ലാ ദിവസവും തേച്ചാലും കുഴപ്പമില്ല. നല്ല കളർ വെക്കും, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട്. എന്താ പറയുക, നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ, തമിഴ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ഖുഷ്ബു മാഡം പറയണത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ തൈരും മഞ്ഞളും തേച്ച് അവർ അത് തന്നെയാണ് എപ്പോഴും തേക്കാറെന്ന്. കൂടുതലും ഇതാണ് തേക്കാറ്, വേറെ ഒന്നും ചെയ്യാറില്ല എന്ന്. അവരുടെ സ്കിന്നൊക്കെ കണ്ട അടിപൊളിയായിട്ട്. അപ്പോൾ കൂടുതൽ ചില സിനിമ സ്റ്റാർ അവരൊക്കെ ഇത് മാത്രമേ തേക്കാറുള്ളൂ, വെറും മഞ്ഞളും തൈരും. നല്ല റിസൾട്ടാണ്. ദിവസം തേച്ചാൽ നല്ല സൂപ്പറായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കാം, വെളുത്ത് തുടുക്കാം. പിന്നെ പ്രസവിച്ച പെൺകുട്ടികളൊക്കെ ഇതാണ് കേട്ടോ തേക്കാറ്, ഈ പച്ചമഞ്ഞളും തള്ളമഞ്ഞളും. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് തേക്കാറ്. ഫസ്റ്റ് ഇങ്ങനെ സാധാ മഞ്ഞൾ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തേക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ ഒരു 5 എണ്ണ കൂട്ടുക എന്നൊക്കെ പറയും, അതൊക്കെ കൂട്ടിയിട്ടാണ് തേച്ച് തരാറ് ഞങ്ങൾക്കൊക്കെ. എൻ്റെ ഉമ്മക്ക് എനിക്കൊക്കെ അതാണ് തേച്ച് തന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ പച്ചമഞ്ഞളും ഈ ഉണ്ടമഞ്ഞളും കൂടി പൊടിച്ചിട്ട് വെറുതെ ഫുള്ളായിട്ട് തേച്ച് കുറച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കുള്ളൂ, എന്നിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കളയും. പക്ഷേ ഇതാണ് നല്ല കളർ വെക്കും. പ്രസവിച്ചിങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ ഒരു 40 ദിവസം ആകുമ്പോഴേക്കും എന്താ പറയുക, നല്ല സുന്ദരി കുട്ടികളാവും. അപ്പോൾ ഇത് എത്ര സമയം വെച്ചാൽ മതി അങ്ങനെയൊന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും വെക്കുക, കുറേ നേരം വേണമെങ്കിലും വെക്കുക. പക്ഷേ ഞാൻ കുറേ നേരമൊന്നും വെക്കുന്നില്ല. ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് കുളിക്കണതിന് മുന്നെയാണ് തേച്ചത്. ഇനിയിപ്പോൾ രാത്രി തേക്കുകയാണെങ്കിലും തേക്കാം, അതും നല്ല റിസൾട്ടാണ്. രാത്രി എന്ത് ചെയ്യുമ്പോഴും രാത്രി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടും. ഞാനൊരു 1/2 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ കാറ്റുകാലമായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കലക്കി വെച്ചാൽ ബാലൻസ് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം തേക്കാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് വന്നപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ, നല്ല ലൈവായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഫേസിലൊന്നും ചെയ്തില്ല, ഞാൻ കുളിച്ചിട്ട് അങ്ങനെ വന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എപ്പോഴും എല്ലാ ദിവസവും തേച്ചോളൂ, നല്ല വെളുത്ത് സുന്ദരികളാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
ടാറ്റ ബായ്.